ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സെക്ഷൻസ് അറൈൽ ഹാലൈഡ്സിനെ പറ്റിയിട്ടാണ്. അറൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ റിങ്ങിൻ്റെ മുകളിൽ ഹാലൈഡ്സ് വരാം, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡ്, അങ്ങനെ ഏതെങ്കിലും ഒന്ന് വരാം അല്ലേ. സോ അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂക്ലിയോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പറയാനുള്ളത് അതിൻ്റെ മെക്കാനിസമാണ്. അതായത് ന്യൂക്ലിയോഫിലിക് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് അറൈൽ ഹാലൈഡ്സിന് രണ്ട് മെക്കാനിസം ഉണ്ട്, രണ്ട് ടൈപ്പ് മെക്കാനിസമാണുള്ളത്. അതിൽ ഒന്നാമത്തെ മെക്കാനിസമാണ് ബൈമോളിക്കുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് മെക്കാനിസം ഓർ അഡീഷൻ എലിമിനേഷൻ മെക്കാനിസം. ഈ പേര് പഠിച്ചാൽ മതിയാവും, അഡീഷൻ എലിമിനേഷൻ മെക്കാനിസം. ഇതിൽ രണ്ടാമത്തെ മെക്കാനിസത്തിൻ്റെ പേരാണ് എലിമിനേഷൻ അഡീഷൻ റിയാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മെക്കാനിസമായി. ഫസ്റ്റത്തിൽ അഡീഷൻ എലിമിനേഷൻ മെക്കാനിസമാണ്, രണ്ടാമത്തെ മെക്കാനിസം ഏതാണ്? എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം. അപ്പോൾ ഈ ഹെഡിങ് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഇതിന് രണ്ട് സ്റ്റെപ്പാണുള്ളത്. അപ്പം നമ്മൾക്ക് ആദ്യം അഡീഷൻ എലിമിനേഷൻ മെക്കാനിസം എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ അഡീഷൻ ഓഫ് ന്യൂക്ലിയോഫൈലാണ്. നമ്മൾ എടുത്തിരിക്കുന്ന അറൈൽ ഹാലൈഡിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വഴി എന്ത് ആഡ് ചെയ്യുക? ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം ന്യൂക്ലിയോഫൈലിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂക്ലിയോഫൈൽ എവിടെയാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്? ഈ ഹാലൈഡ് അയോൺ ഉള്ള കാർബണിലാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്ട്രക്ചറാണ് കിട്ടുക. ഇത് ആരോമാറ്റിക് ആണ്. ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആരോമാറ്റിസിറ്റി നഷ്ടപ്പെടും. കൂടാതെ ഈ ഒരു കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഇപ്പോൾ ഏതാണ്? sp3 ആണല്ലേ. അത് sp2 ആണ്, ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. സോ sp2 ആണ്. അങ്ങനെ ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർബൺ ആറ്റം ഏത് ഹൈബ്രിഡൈസേഷനിലേക്ക് മാറും? sp3യിലേക്ക് മാറും. അപ്പം ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അത് നിങ്ങളും അണ്ടർലൈൻ ചെയ്യാം. അതായത് ആദ്യം ഹാലൈഡ് ആയതുകൊണ്ടുള്ള കാർബണിലേക്ക് ന്യൂക്ലിയോഫൈൽ വന്ന് ആഡ് ചെയ്യുന്നു. അപ്പം ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട് നോൺ ആരോമാറ്റിക് ആയിട്ട് മാറും. കൂടാതെ ഹൈബ്രിഡൈസേഷൻ sp2വിൽ നിന്നും sp3യിലേക്ക് മാറുകയും ചെയ്യും. പിന്നെ വരുന്ന ഈ ഒരു സംഭവത്തിൻ്റെ പേരാണ് കാർബാനയോൺ. ഇപ്പോൾ നെഗറ്റീവ് ചാർജിലേ വന്നിരിക്കുന്നത്, സോ അത് കാർബാനയോൺ ആണ്. ഈ കാർബാനയോൺ എന്ന് പറയുന്നത് റെസണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്, അതാണ് ഈ വരച്ചിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ റെസണൻസ് ഹൈബ്രിഡ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ ആണ്. നമ്മുടെ മെക്കാനിസത്തിൻ്റെ ഹെഡിങ് എന്തായിരുന്നു? അഡീഷൻ എലിമിനേഷൻ മെക്കാനിസം എന്നാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അഡീഷൻ ഓഫ് എന്താണ്? ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? എലിമിനേഷൻ ഓഫ് ഹാലൈഡ് അയോൺ ആണ്. സോ സ്റ്റെപ്പ് 2 എന്ന് എഴുതുക, എലിമിനേഷൻ ഓഫ് ഹാലൈഡ് അയോൺ. അപ്പം ഇവിടെ ഈ കാർബാനയോണിൽ നിന്നും ഈ ഹാലൈഡ് അയോൺ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? പ്രൊഡക്റ്റ് കിട്ടുന്നു. ഇതാണ് ഫസ്റ്റ് മെക്കാനിസം. ഇനി രണ്ടാമത്തെ മെക്കാനിസം ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വരിക. ആ മെക്കാനിസത്തിൻ്റെ പേരാണ് ബെൻസൈൻ മെക്കാനിസം ഓർ എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം. നമ്മളിപ്പോൾ ഫസ്റ്റ് പഠിച്ച മെക്കാനിസത്തിൻ്റെ പേര് അഡീഷൻ എലിമിനേഷൻ മെക്കാനിസം എന്നായിരുന്നു. ഇനി പഠിക്കാൻ പോകുന്നത് എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം ആണ്. അപ്പം പറയൂ, ഇവിടെ രണ്ട് സ്റ്റെപ്പ് കാണും. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായിരിക്കും? എലിമിനേഷൻ ഓഫ് ഹാലൈഡ് അയോൺ ആയിരിക്കും. സെക്കൻഡ് സ്റ്റെപ്പിലാണ് അഡീഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ നടക്കുക അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വേറൊരു പേരാണ് ബെൻസൈൻ മെക്കാനിസം. ഈ പേരും കൂടെ ഒന്ന് പഠിച്ചു വെക്കണം. സോ ഇതിലെ ഫസ്റ്റ് സ്റ്റേജ് എലിമിനേഷൻ ഓഫ് ഹാലൈഡ് അയോൺ ആണ്. നമ്മൾ എടുത്തിരിക്കുന്ന അറൈൽ ഹാലൈഡ്, ഇപ്പോൾ ക്ലോറോബെൻസിൻ ആണ്. ക്ലോറോബെൻസിനിൽ നിന്നും എന്ത് എലിമിനേറ്റ് ചെയ്യുന്നു? ഹാലൈഡ് അയോൺ എലിമിനേറ്റ് ചെയ്യണം. ഇത് രണ്ട് സ്റ്റെപ്പ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഹാലജൻ ആറ്റത്തിൻ്റെ ഓർത്തോ പൊസിഷനിലുള്ള ഹൈഡ്രജനെ ആദ്യം ഈ NH2 എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഓർത്തോ പൊസിഷൻ വേണം, ഇവിടെന്നോ അല്ലെങ്കിൽ ഇവിടെന്നോ. ഓർത്തോ പൊസിഷൻ, ഓർത്തോ പാരാമെറ്റ പൊസിഷൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ. സോ ഓർത്തോ പൊസിഷനിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആദ്യം റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ നിന്നും ആണ് ഈ ഹാലൈഡ് അയോൺ എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബെൻസൈന് കിട്ടും. ഇതാണ് ബെൻസൈൻ. ഈ സാധനത്തിൻ്റെ പേരാണ്, ഈ ട്രിപ്പിൾ ബോണ്ട് വരുന്ന ഈ സാധനത്തിൻ്റെ പേരാണ് ബെൻസൈൻ. സെക്കൻഡ് സ്റ്റെപ്പ് അഡീഷൻ ഓഫ് ദി ന്യൂക്ലിയോഫൈൽ ആണ്. നമുക്കിപ്പം കിട്ടിയ ബെൻസൈനിലേക്ക് അത് രണ്ട് സ്റ്റെപ്പ് വഴിയാണ് നടക്കുന്നത്. അമൈഡ് അയോൺ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്യുമ്പോൾ കാർബാനയോൺ ഉണ്ടാകുന്നു. ഈ കാർബാനയോണിൽ നിന്നും ഈ അമോണിയ, ഇത് NH3 ആണ്. ഈ അമോണിയ പ്രോട്ടോണിനെ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. പ്രോട്ടോൺ എടുത്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് തരുന്നു. ഓക്കെ. അപ്പോൾ രണ്ട് സ്റ്റെപ്പ് വഴിയാണ് ബെൻസൈൻ മെക്കാനിസം അല്ലെങ്കിൽ എലിമിനേഷൻ അഡീഷൻ മെക്കാനിസം നടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം സം സിന്തറ്റിക്കലി ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻസ് എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ സിലബസിൽ കാണുന്നില്ല. സിലബസിൽ ആ രണ്ട് മെക്കാനിസം വരെ ഉള്ളൂ. അപ്പോൾ എങ്കിലും ടെക്സ്റ്റിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാണ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഫോർമേഷൻ ഓഫ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. എന്തായിരുന്നു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്? RMgX ആണ് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. അപ്പോൾ നമ്മൾ അറൈൽ ഹാലൈഡിൽ നിന്നും എങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഈ ഒരു മെക്കാനിസത്തിൽ പറയണത്. അപ്പോൾ ആദ്യം വേണ്ടത് എന്താ പറയുക, അറൈൽ ഹാലൈഡ്, അതായത്
ബ്രോമോബെൻസീനോ ക്ലോറോബെൻസീനോ അയോഡോബെൻസീനോ മെഗ്നീഷ്യം പൗഡർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ചെയ്ത്. അപ്പോൾ നമുക്ക് നമ്മളെ ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് കിട്ടും. അതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. രണ്ടാമത്തെ റിയാക്ഷൻ ഫോർമേഷൻ ഓഫ് ആൽക്കൈൽ അറൈൻസ് ആണ്. ആൽക്കൈൽ അറൈൻസ് ആൻഡ് ഡൈ അറൈൽസ്. ആൽക്കൈൽ അറൈൻസ് എന്ന് വെച്ചാൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പും അറൈൽ ഗ്രൂപ്പും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ബ്രോമോബെൻസീൻ എടുക്കുക. ബ്രോമോബെൻസീനെ ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് അണ്ടർലൈൻ ചെയ്യണം. When an aryl halide is heated with the alkyl halide in the presence of sodium in dry ether solution, alkyl arenes are obtained. ഈ റിയാക്ഷൻ നെയിം റിയാക്ഷൻ ആണ്. അതിൻ്റെ പേരാണ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ റിയാക്ഷൻ ഫിറ്റിക് റിയാക്ഷൻ ആണ്. ഫിറ്റിക് റിയാക്ഷൻ എന്നാൽ when an aryl halide is heated with a sodium or heated in another aryl halide and sodium in dry ether solution, ഡൈ അറൈൽസ് ആർ ഒബ്റ്റെയിൻഡ്. 2 റിങ് വരും. ഇതിൻ്റെ പേരാണ് ഡൈഫീനൈൽ. ഡൈ അറൈൻസ് ആർ ഒബ്റ്റെയിൻഡ്. ഇതിൻ്റെ പേര് ഫിറ്റിക് റിയാക്ഷൻ. ഓക്കെ, ഇത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, ഇത് ഫിറ്റിക് റിയാക്ഷൻ. മൂന്നാമത്താണ് ഉൾമാൻ റിയാക്ഷൻ. ഉൾമാൻ റിയാക്ഷൻ എന്നാൽ when an aryl halide is heated with copper powder in a sealed tube, the corresponding diaryl is obtained. ഇപ്പോൾ കോപ്പർ പൗഡറിൻ്റെ പ്രസൻസിൽ 2 അയോഡോബെൻസീൻ അല്ലെങ്കിൽ 2 അറൈൽ ഹാലൈഡ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൈഫീനൈൽ കിട്ടും, ഡൈ അറൈൽസ് കിട്ടും, 2 റിങ്ങുള്ള കോമ്പൗണ്ട്സ് കിട്ടും. അതിനെയാണ് ഉൾമാൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതിൻ്റെ ലാസ്റ്റിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ ആൻഡ് സൈഡ് ചെയിൻ ഹാലജനേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്ന് കാണാം. ഒരു 2 പോയിന്റ്, അതും സിലബസിൽ ഇല്ല. നിങ്ങളതും കൂടെ ഒന്ന് ജസ്റ്റ് വായിച്ച് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ.